ഒരു മനുഷ്യൻ അവന്റെ ദോഷങ്ങൾ നിഷ്പ്രയാസം പൊറുക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ അവന്റെ ദോഷം പുറത്തു കിട്ടണമെന്ന് ഹിമാലയ പർവ്വത കണക്കെ ദോഷം ചെയ്ത ഒരു മഹാപാപി അവന്റെ ദോഷം പെട്ടെന്ന് പുറത്തു കിട്ടണമെന്ന ഉദ്ദേശ്യമുണ്ടെങ്കിൽ ഫൽയകുൻ മുലാസമത മക്കാനി മുസല്ലാഹു, അവൻ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ അങ്ങനെ ദീർഘമായിരുന്നോട്ടെ. നിസ്കരിച്ച അതേ സ്ഥലത്ത് കാലിളക്കാതെ സലാം വീട്ടിയ അതേപടി ദീർഘിച്ചിരിക്കുന്നത്, ആ ഇരുത്തം എത്ര ദീർഘിക്കുമോ അത്രയും എളുപ്പത്തിൽ ദോഷം പുറത്തു കിട്ടും. അതുകൊണ്ടാണല്ലോ ചില മനുഷ്യന്മാർ നിസ്കരിച്ചാൽ അവിടെ ഇരിക്കാൻ പാടില്ല, ഉടനെ പോകണം എന്ന് പറയുന്നത്. ദോഷം പൊറുക്കരുത് എന്നല്ലേ ഇബ്ലീസുൽ ലഈനിന്റെ ആവശ്യം. ആ ആവശ്യമാണല്ലോ അവൻ ഈ മനസ്സുകളിൽ പ്രേരിപ്പിക്കുക. ആ പ്രേരണ കൊണ്ടല്ലേ അവർ നടക്കുന്നത്. നിസ്കരിച്ചാൽ അവിടെ ഇരിക്കരുത്, ഉടനെ പോകണം. ഫൽയകുൻ മുലാസമത മക്കാനി മുസല്ലാഹു, ആ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ദീർഘമായിരുന്നോട്ടെ. പക്ഷേ കാലിളക്കാതെ അവിടെ തന്നെ ഇരിക്കണമെന്ന ആ ഇരുത്തം അടുത്തിരിക്കുന്നത് ഒരു ഉസ്താദാണെങ്കിൽ, ഒരു മദ്രസാധ്യാപകനാണെങ്കിൽ, ഒരു ദർസിലെ മുദർരിസാണെങ്കിൽ, ബാപ്പയാണെങ്കിൽ, പണ്ഡിതനാണെങ്കിൽ, ബഹുമാനിക്കേണ്ട കക്ഷിയാണെങ്കിൽ അവിടെ ഇരുന്നാൽ നിന്റെ ദോഷം പൊറുക്കില്ല. ഒരൽപ്പം താഴോട്ട് ഇറങ്ങിയിരിക്കണം. അദബിന് വേണ്ടി, ബഹുമാനത്തിന് വേണ്ടി താഴോട്ട് ഇറങ്ങിയിരുന്നാലേ അള്ളാഹു പൊറുക്കൂ. ആ നിസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ അള്ളാഹു പൊറുക്കില്ല. ശറഇന്റെ ആദാബുകൾ, ശറഇന്റെ നിയമങ്ങൾ, അതിനേക്കാൾ പരിഗണന അദബിനാണ്, ബഹുമാനത്തിനാണ് പരിഗണന. അദബാണ് പരിഗണിക്കേണ്ടത്.